വീടുകൾ പുതുതായി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീടുകൾ എടുക്കാനും നാം എടുത്ത് താമസിക്കുന്ന ഭവനങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഭവനമാകാനും നമ്മുടെ ഈ ഒത്തുചേരലും നമ്മുടെ സദസ്സും പ്രാർത്ഥനയും അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. നേരത്തെ അറിയിക്കപ്പെട്ടതുപോലെ ഒരു മുസ്ലിമിന്റെ വീട് ഏതു രീതിയിലായിരിക്കണം, അതിൻ്റെ നിർമ്മാണവും പരിചരണവും ആ വീട്ടിൽ താമസിക്കുന്നവരുടെ സംസ്കരണവും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം മതകീയ ഭാഷയിൽ അപഗ്രഥനം നടത്തുന്ന ഒരു ചെറിയ പ്രഭാഷണമാണ് ഈ സദസ്സിൽ ലക്ഷ്യം വെക്കുന്നത്. ഖൈറായ രീതിയിൽ പറയാനും ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീട് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രമാണ്. നമുക്ക് അന്തി ഉറങ്ങാനുള്ള ഇടമാണ്. പുതിയൊരു സമൂഹത്തെ സംസ്കാര സമ്പന്നരാക്കി വാർത്തെടുക്കാനുള്ള സാംസ്കാരിക കേന്ദ്രമാണ്. കുടുംബം എന്ന് പറയുന്ന കൂട്ടായ്മയുടെ പാർലമെന്റാണ് വീട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത നിരവധി അനുഗ്രഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് അൻ-നഹ്ൽ എന്ന അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങളെ അള്ളാഹുവിന്റെ നിഅമത്തുകളായി നാം ചിന്തിക്കാൻ വേണ്ടി എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ സ്വന്തമായി ഒരു വീട് എന്ന ഏതൊരാളുടെയും സ്വപ്നം സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകനാ. വീട് എന്തിനാണെന്നും വീടിലൂടെ സാധ്യമാകുന്നത് എന്താണെന്നും അടിസ്ഥാനപരമായി സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് തുടങ്ങുന്നത്. വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു ആക്കി തന്നിരിക്കുന്നു, മിൻ ബുയൂതിക്കും, നിങ്ങളുടെ ഭവനങ്ങളിലൂടെ, നിങ്ങളുടെ താമസ കേന്ദ്രങ്ങളിലൂടെ, സകനൻ, സമാധാനം ഉണ്ടാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമാധാനമാക്കി തന്നിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ എന്തായിരിക്കണം, എന്തിനു വേണ്ടിയായിരിക്കണം എന്ന് വളരെ വ്യക്തമായി അല്ലാഹു തആല ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, രണ്ട് തരത്തിലുള്ള വീടുകൾ നാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, മനുഷ്യരിലെ വലിയൊരു വിഭാഗത്തിന്റെ ശീലമായ സ്ഥിരം താമസിക്കുന്ന ശൈലിയിലുള്ള വീട്. അതുപോലെ ഒട്ടും കുറവല്ലാത്ത നല്ലൊരു വിഭാഗം ആളുകൾ ഇന്നും ലോകത്ത് നാടോടികളാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എന്താ അവർക്ക് ബുദ്ധിയില്ലേ, അവരെന്താണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത്, അവിടുന്ന് വേറൊരിടത്ത്. അറബ് ലോകത്ത് ചെന്നാലും വലിയൊരു വിഭാഗം ആളുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഒട്ടേറെ ബദുക്കളെ പുതിയ സർക്കാരുകൾ പ്രത്യേക രീതിയിൽ കുടിയിരുത്തിയെങ്കിലും ചില പ്രത്യേക സീസണുകളിൽ അവരിപ്പോഴും ടെന്റ് കെട്ടി ആ പഴയ ജീവിതം ആസ്വദിക്കുകയാണ്. അങ്ങനെ സ്ഥിരമായൊരിടത്ത് താമസിക്കുന്നവരും പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിക്കുന്നവരുണ്ട്. അവർക്കുള്ള വീടിനെയും കൂടി അല്ലാഹു അവന്റെ അനുഗ്രഹമായി പിന്നീട് എണ്ണി പറയുന്നു.
വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതാ, ആടുമാട് ഒട്ടകങ്ങളുടെ തോലുപയോഗിച്ചുകൊണ്ടും അള്ളാഹു നിങ്ങൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി തന്നു, ടെന്റുകൾ ഉണ്ടാക്കി തന്നു. തസ്തഖിഫൂനഹാ യൗമ ലഅനികും വയൗമ ഇഖാമതികും, ആ വീടുകൾ വളരെ ഭാരം കുറവാണ്, നിങ്ങൾക്ക് പോകുന്നിടത്തേക്ക് യഥേഷ്ടം അത് കൊണ്ടുപോകാം. ഇന്ന് ഇവിടെ തങ്ങണമെന്ന് കരുതിയാൽ അവിടെ നിങ്ങൾക്ക് ടെന്റ് കെട്ടി അവിടെ താമസിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് യാത്രയോടൊപ്പം കൊണ്ടു നടക്കാൻ പറ്റിയതും വീട്ടിൽ ഒരു നാട്ടിൽ സ്ഥിരമായി താമസിക്കാൻ പറ്റിയതുമായ ഭവനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് തന്നു. എന്തിനു വേണ്ടി? സഖനൻ, സമാധാനത്തിനും സ്വാസ്ഥ്യം ലഭിക്കാനും. അതാണ് വീട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതിന്റെ പ്രധാന ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ്. നമ്മളെ കൂട്ടത്തിൽ ഇന്നും സ്വന്തമായി വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ വീടെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വമിൻ സആദത്തി ബിനി ആദം, ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിന്റെ അടയാളമാണ്, അതല്ലെങ്കിൽ അവന്റെ വിജയത്തിന്റെ അടയാളമാണ്, അവന് കിട്ടുന്ന മഹാഭാഗ്യമാണ് സലാസ, 3 കാര്യങ്ങൾ. അതൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ്. അൽ മർഅത്തു സ്വാലിഹ, ഒന്ന് നല്ല ഒരു ഇണ. അത് പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞേ ഉള്ളൂ. സ്ത്രീയെ പറ്റിയാണെങ്കിൽ നല്ല ഒരു ഭർത്താവ്, അല്ലെങ്കിൽ നല്ല ഒരു ഭാര്യ. വൽ മസ്കനുൽ വാസിഅ, സൗകര്യപ്രദമായ ഒരു വീട്. വൽ മർകബു സ്വാലിഹ്, നല്ല ഒരു വാഹനം. ഇത് 3 കൂടെ ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ വലിയ ഭാഗ്യവാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് അഹങ്കരിക്കാൻ അവകാശമുണ്ടെന്നല്ല, ഇത് ലഭിക്കാത്തവരെക്കാൾ അയാൾ കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണം. സ്വന്തമായി വാഹനമുള്ളവൻ ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാൻ പാടില്ല. ഏത് യാത്രയിലും അവന് സൗകര്യപ്രദമായ സ്ഥലത്ത് വാഹനം നിർത്തി അവന് ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. സ്വന്തം വണ്ടിയില്ലാത്തവൻ അവൻ കയറിയ വണ്ടിയുടെ സമയത്തിനനുസരിച്ചല്ലാതെ യാത്ര പോകാൻ പറ്റൂല. അപ്പോൾ അവനെപ്പോലെ അവനേക്കാൾ അധികമായി അവൻ നന്ദിബോധത്തോടുകൂടെ ജീവിക്കാൻ കടപ്പെട്ടവനാകുകയാണ്. അത് അള്ളാഹു തരുന്ന മഹാഭാഗ്യമാണ്. 3 കാര്യങ്ങൾ. അതിലെ വീട്, അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും നമുക്ക് ചർച്ച നടത്താനുള്ളത്.